ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇത് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലേ നല്ല വെള്ള ചമ്മന്തി, അതേപോലെ നല്ലൊരു അടിപൊളി ചട്നി നമുക്ക് തയ്യാറാക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചട്നി മാത്രം മതി, നമ്മൾ അറിയാതെ അങ്ങ് ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. എത്ര എണ്ണമൊന്നുമില്ല, അത്രയും നമ്മൾ കഴിക്കും കേട്ടോ. അത്രയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. ഇനി അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്കായിട്ട് ഒരു ചെറിയ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതേപോലെ ഒരു കൊച്ചു പുളി മതി കേട്ടോ. കുറച്ച് പുളി മതി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പുളി നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി മതി കേട്ടോ. അത് അത്രയും കൂടി നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാമേ. അങ്ങ് നിറമൊന്നും മാറിയെന്ന് വരണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഒരു 5 മിനിറ്റ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് സമയവും നമ്മളിതൊന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാമേ. അപ്പോൾ അതാ ഇവിടെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് മാറ്റാമേ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ തോരഞ്ഞ് ചതച്ചെടുത്ത മിക്സിയുടെ ജാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അതിലൊരു 1/2 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാമേ. ആദ്യം നല്ലോണം വെള്ളം ഒന്നും ചേർത്ത് അരയ്ക്കേണ്ട, കുറച്ച് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 ഭാഗത്തോളം വെള്ളം ചേർത്ത് നമുക്കൊന്ന് കട്ടിക്ക് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടലയെല്ലാം നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കാമേ. കണ്ടല്ലോ, നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ വെള്ള കളറിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി തന്നെ ചേർക്കണം കേട്ടോ. ഇനി തക്കാളി ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ നിറത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുകയെ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള പുളി തന്നെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം പുളി തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. ചിലർക്ക് വെള്ള ചട്നി ആകുമ്പോൾ ചിലർക്ക് നല്ല കട്ടിക്കിരിക്കുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ ആ തരത്തിലുള്ളവർക്ക് അങ്ങനെ അരച്ചെടുക്കാം. ഇനി കുറച്ച് ലൂസായിട്ട് കുറച്ച് വെള്ളമായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആ തരത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയോ അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു ടൈപ്പിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമ്മൾ നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല വെള്ള സൂപ്പറായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കുക മാത്രമേ മതിയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, ഇഡലി വേകുന്ന സമയം പോലും നമുക്ക് വേണ്ട ഈ ചട്നി തയ്യാറാക്കാനായിട്ട് അല്ലേ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാമേ. അപ്പോൾ നമുക്കിനി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ഇവിടെ തോടുള്ള ഉഴുന്ന് പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വറ്റൽമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് താളിച്ച് ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചമ്മന്തിയെക്കാളും വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി വെക്കും. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. വെറൈറ്റിയാണ്. ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണേ. അതുപോലെ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ.
മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് ലൂസാക്കണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം, കട്ടിക്ക് വേണമെങ്കിൽ ആ ഒരു പരുവത്തിലും എടുക്കാമേ. അപ്പം അധികം സമയമൊന്നും വേണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. ഇതുകൂടാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതെല്ലാം കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം, മതിയെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അഥവാ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഞാൻ എന്താ ഇഡ്ഡലിയുടെ പോണ് കേട്ടോ ഇന്ന് നമ്മുടെ ഈ ചട്നി വിളമ്പുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു 3 ഇഡ്ഡലി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നിയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. 3 അല്ല കേട്ടോ, ഈ ചട്നി ഉണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടേയിരിക്കും. എത്ര എണ്ണമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന തേങ്ങാ ചമ്മന്തിയെക്കാളും മാറ്റി പിടിച്ചത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടപ്പെടും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. മറ്റൊരു അടിപൊളി സൂപ്പർ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.